നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോബ് 27:6. എൻ്റെ നീതി കൈവിടാതെ ഞാൻ മുറുകെ പിടിക്കുന്നു. എൻ്റെ നാളുകളിൽ ഒന്നിനെക്കുറിച്ചും എൻ്റെ ഹൃദയം കുറ്റപ്പെടുത്തുന്നില്ല. യോബിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് പറഞ്ഞത്. യോബിൻ്റെ പുസ്തകം നമ്മൾ എടുത്താൽ നമ്മൾ യോബിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ വചനത്തിൽ പറയുന്നത്, എൻ്റെ നീതി കൈവിടാതെ മുറുകെ പിടിക്കുന്നെന്ന്. യോബ് എന്താണെന്ന് ഈ ഒരു ചെറിയൊരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ നീതി കൈവിടാതെ മുറുകെ പിടിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നീതി കൈവിടാതെ മുറുകെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. യോബിനെ പോലെ തന്നെയാണ് ബൈബിളിലെ ഒരുപാട് ഭക്തന്മാരുണ്ട് തൻ്റെ നീതി കൈവിടാതെ മുറുകെ പിടിച്ച് ദൈവത്തോടുള്ള അത്രത്തോളം ആത്മാർത്ഥമായ വിശ്വാസവും സ്നേഹവും കൊണ്ട് അത് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് യോബിനെ തന്നെയാണ്. കാരണം അത്രത്തോളം ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടിട്ടും എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും അത്രത്തോളം യേശുക്രിസ്തു ദൈവത്തിൽ ഉറച്ചു നിന്നത് യോബായിരുന്നു. ദൈവത്തോടുള്ള യോബിൻ്റെ സ്നേഹവും വിശ്വാസവും ഒക്കെ തന്നെയാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം യോബിന് തിരിച്ചു കിട്ടുവാൻ കാരണമായത്. യോബിനെ പോലെ തന്നെയാണ് ബൈബിളിൽ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെയുള്ള മറ്റൊരാളാണ് തോബീത്. ഇയാളുടെ ജീവിതത്തിലെ ചെറിയൊരു ഭാഗം എന്ന് നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ലീലാമ്മ തോമസ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ആൻറ്റി അങ്കിളും മാത്രമാണല്ലേ. ഓപ്പറേഷൻ ചെയ്ത് ആണോ? എന്ത് പറ്റി? മുട്ടുവേദനയ്ക്ക് മുട്ടിന്റെ ആണോ? ഓക്കെ, എന്തായാലും എത്രയും വേഗം തന്നെ സുഖമാവട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഘോഷങ്ങൾ എല്ലാം അവസാനിപ്പിച്ചപ്പോൾ ദാവീദ് എവിടേക്കാണ് പോയത്? ദാവീദ് തന്റെ കുടുംബത്തിലേക്ക് പോയി. അതെ, ആൻസർ കറക്റ്റാണ്. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായി മടങ്ങിപ്പോയി. കറക്റ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുമ്പോഴും ദാവീദിന്റെ ചിന്ത എന്തിനെ കുറിച്ചായിരുന്നു? നിയമപെട്ടകത്തെ പറ്റിയായിരുന്നു, യഹോവയുടെ പെട്ടകത്തെ പറ്റി. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവയുടെ നിയമപെട്ടകം കൂടാരത്തിൽ ഇരിക്കുന്നു എന്ന ചിന്ത. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ആരെ കുറിച്ചാണ്? ദാവീദിനെ കുറിച്ച് തന്നെ പറഞ്ഞോളൂ. ദാവീദ് പിന്നെ എല്ലാരെക്കാട്ടിലും വലിയവനായിട്ട് 6 മിനിറ്റ് നടക്കുകയായിരുന്നു. എങ്കില് അവൻ ആ സമയത്ത് 6 മേടിക്കുമ്പോഴും അവനൊക്കെ ഇന്നലെ കൊടുത്ത് യഹോവയെ തുതിച്ചുകൊണ്ട് അതിനെ മേടിക്കുന്നു. അന്നേരം അവനെ കരടിയും പുലിയും ഒക്കെ സിംഹമൊക്കെ അവനെ പിടിക്കാൻ വരുമ്പോഴാണ് അവനതൊരു ആട്ടിൻകുട്ടിയെ പോലെ തീർക്കാണ് ശക്തി ദൈവം കൊടുക്കുന്നു. അന്നേരം അവൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാ ആ ദാവീദ് പിന്നെ ദൈവം അഭിഷേകം ചെയ്യാൻ നാദാൻ പോയപ്പോ ശൗമേൽ പ്രവാചകൻ ചെന്നപ്പോഴും പിന്നെ മറ്റുള്ള ഇസ്രായേലിൽ 7 പേരെയും കണ്ടിട്ട് യഹോവ തെരഞ്ഞെടുത്തില്ല. ദാവീദിനെ കൊണ്ടുവരാൻ ഇസ്രായേലിയോട് ചോദിച്ചു, ഒരാളോട് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പന്തിക്കിരിക്കത്തുള്ളൂ വന്നിട്ട്. അങ്ങനെ ദാവീദ് വന്ന് സഹോദരന്മാരെ നടുവിൽ വെച്ച് അവനെ അഭിഷേകിച്ചിരുന്നു. അതാണ് എല്ലാവരും മുൻപ് വെച്ച് ദൈവം അവനെ മാനിച്ചു. അതാണ് അവന് ദൈവസ്നേഹം കുഞ്ഞിലെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ മക്കൾക്കും വൈകൽ പ്രായത്തിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കും. അതെ.
വളരെയധികം ചുരുക്കി ദാവീദിൻ്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ പറഞ്ഞു. അത് ഇന്നത്തെ സമൂഹവുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ആൻറ്റി സംസാരിച്ചത്. അപ്പോൾ നമുക്കിനി ദാവീദിനെ കുറിച്ച് തന്നെ ഉള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: യഹോവയുടെ നിയമപെട്ടകം കൂടാരത്തിൽ ഇരിക്കുന്നു എന്ന് പ്രയാസപ്പെട്ടത് ആരാണ്? ആ വിവരം ആരോടാണ് അവൻ പറഞ്ഞത്? അതെ, ദാവീദ് നാഥാൻ പ്രവാചകനോട്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ആൻറ്റി പാട്ട് പാടുമോ? പാടുമോ? അപ്പോൾ ഒരു 4 വരി പാടാമോ? ഓക്കെ, പാടിക്കോളൂ. ആ, സാരമില്ല, പാടിക്കോളൂ. തങ്കിലെ ചോര തന്നെ വീണ്ടെടുക്കുകാരാ പ്രാണപ്രിയേ അഞ്ചങ്കിലെ ചോടിയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയേ തന്റെ ചങ്കിലെ ചോടിയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ സാധനേ അടേ കൃപയേ കൃപയേ അർണിപ്പാനോദ്ധാമേ നന്ദി യേശുവേ നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾ പോരാ അയ്യുടെ ബലത്താലും ഇരയല്ലോ നടത്തിയത്. കൃപയാൽ 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 നിത്യടും ജയാൽ ജയാൽ നിത്യം ജയാൽ. ഹലോ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നന്നായിരുന്നു. നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: ദാവീദ് പറഞ്ഞ വിവരം കേട്ട നാഥാൻ എന്താണ് അവനോട് പറഞ്ഞത്? ഓക്കെ, ആൻസർ കറക്റ്റാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെയൊക്കെയും ചെയ്താലും. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ആൻറ്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ ലീലാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു പാട്ട് പാടി, ഒരു വചനം പറഞ്ഞു, ദാവീദിനെ കുറിച്ച് സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് തോബീദിനെ കുറിച്ചാണ്. ഈ തോബീദ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തോബീദ് ദൈവത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ച് മുൻപോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ തോബീദ് ജീവിച്ചിരുന്ന ആ ചുറ്റുപാടുള്ള ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു അവസരമായിരുന്നു. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തെ പ്രാർത്ഥിക്കുവാനോ പൊതുസമൂഹത്തിൽ നിന്നും ദൈവത്തെ ആരാധിക്കുവാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ ഇതിനൊക്കെയും തോബീദ് അതിജീവിച്ചിരുന്നു. തോബീദ് എപ്പോഴും തൻ്റെ ദൈവത്തെ ഓർക്കുമായിരുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുമായിരുന്നു. തോബീദ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ആരോരുമില്ലാത്ത ആൾക്കാരെ, സാധാരണക്കാരെ, ആരോരുമില്ലാതെ ഒരുപാട് വഴിയരികിൽ കിടക്കുന്ന ഓരോരുത്തരെ സഹായിക്കുക, തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് തോബീദ് ചെയ്യുന്നത്. തോബീദിൻ്റെ ഈ പ്രവർത്തികൾ കാണുമ്പോൾ ചുറ്റുമുള്ള ഓരോരുത്തരും തോബീദിനെ കളിയാക്കുമായിരുന്നു, ഒരുപാട് പരിഹസിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും തോബീദ് ഒരിക്കലും പിൻപോട്ട് പോയിരുന്നില്ല. താൻ എപ്പോഴും സമൂഹത്തിലുള്ള ഓരോ ആൾക്കാരെയും, അവശനിലയിലായിരിക്കുന്ന ഓരോ ആൾക്കാരെയും സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ആരുമില്ലാതെ വഴിയരികിൽ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ കാണും, അവരെ എടുത്ത് സംസ്കരിക്കും. ഈ സംസ്കരിച്ചതിന് ശേഷം അന്നത്തെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം. അന്നേ ദിവസം വീട്ടിൽ കയറാൻ പാടില്ല, അതുപോലെ തന്നെയാണ് കുളിച്ചിരിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തോബീദ് കറക്റ്റായിട്ട് പാലിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് താൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആരെങ്കിലും വയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ആഹാരം എത്തിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ തോബീദിനുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയും കണ്ട് സമൂഹത്തിലുള്ള ഓരോരുത്തരും ഈ തോബീദിനെ ഒരുപാട് കുറ്റപ്പെടുത്തും. കാരണം കുടുംബത്തിന് നോക്കുന്നില്ല, കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഓരോ കുറ്റങ്ങളാണ് ഇന്നത്തെ പോലെ ആ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നത്. പക്ഷേ തോബീദിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു, താൻ ദൈവത്തിൽ വിശ്വസിച്ച് ഓരോരുത്തരെയും സഹായിക്കുകയാണെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അത് എങ്ങനെയെങ്കിലും എൻ്റെ ദൈവം തന്നെ സഹായിക്കുമെന്നൊരു വിശ്വാസം തോബീദിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തോബീദ് ഒരു ദൂരയാത്ര കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭവനത്തിലേക്ക് വന്നു. ഈ ഒരു അവസരത്തിലാണ് താൻ ഭവനത്തിലേക്ക് വന്നു, ശരീരമൊക്കെ ശുചിയാക്കി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അറിയുന്നത് തൻ്റെ വീടിൻ്റെ കുറച്ച് അകലെയായിട്ട് ഒരാൾ 2 ദിവസമായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. ആരും ആ മൃതശരീരം എടുത്ത് സംസ്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇത് കേട്ടപ്പോൾ തോബീദിന് വളരെയധികം ദുഃഖമുണ്ടായി. തോബീദ് ആ ഭക്ഷണം മാറ്റി വെച്ചതിന് ശേഷം ആ മൃതദേഹം സംസ്കരിക്കുവാൻ വേണ്ടി പോയി. മൃതദേഹം സംസ്കരിച്ചു. ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം തോബീദ് തിരികെ വീട്ടിലേക്ക് വന്നു. സംസ്കാരം മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ തോബീദ് വീട്ടിലേക്ക് കയറിയില്ല. മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോയി. കാരണം ആ കാലഘട്ടത്തിൽ സംസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ പാടില്ല, മറ്റു ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ തോബീദ് ആ കാര്യത്തിലേക്ക് പോയി. പിന്നെ മറ്റു ചില ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഇതോടുകൂടി തോബീദിൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഒരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സുജിതയാണ്. സുജിത എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെടുമങ്ങാട് നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛൻ, ഹസ്ബൻഡ്, കുഞ്ഞ്. അച്ഛനും ഹസ്ബൻഡും കുഞ്ഞും അല്ലേ? ഓക്കെ. കുഞ്ഞിന്റെ പേരെന്താ? ആദം. ആദം. ഓക്കെ. എത്ര വയസ്സായി? മോന് 1.5 വയസ്സ്. 1.5 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാത്രി യഹോവയുടെ അരുളപ്പാടുണ്ടായത് ആർക്കാണ്? നാഥാൻ പ്രവാചകൻ. ആൻസർ കറക്റ്റാണ്, നാഥാൻ പ്രവാചകന്. രണ്ടാമത്തെ ചോദ്യം, യഹോവ തൻ്റെ ഇഷ്ടം ദാവീദിനെ അറിയിച്ചത് എങ്ങനെയാണ്? യഹോവ നാഥാൻ പ്രവാചകനിലൂടെ. അതെ, കറക്റ്റാണ്. യഹോവ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനെ അറിയിച്ചു. ഓക്കെ. സുജിത, പാട്ട് പാടുമോ? ഓക്കെ, ഒരു 4 വരി പാടിക്കോളൂ. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ആ, നന്നായിട്ട് പാടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, എന്തായിരുന്നു നാഥാൻ ദാവീദിനെ അറിയിച്ച യഹോവയുടെ അരുളപ്പാട്? എനിക്ക് വസിക്കാനുള്ള ആലയം നീ പണിയരുത്. അതെ, ആൻസർ കറക്റ്റാണ്. എനിക്ക് വസിക്കുവാനുള്ള ആലയം നീ പണിയരുത്. ഇനി അവസാന ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, യഹോവയുടെ നിയമപെട്ടകം ഇരുന്നത് എവിടെയാണ്? കൂടാരത്തിൽ. അതെ, ആൻസർ കറക്റ്റാണ്, കൂടാരത്തിൽ. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെടുമങ്ങാട് നിന്നും സുജിതയാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുപാടി, നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ തോബീദിനെ കുറിച്ചാണ് സംസാരിച്ച് വന്നത്. അപ്പോൾ തോബീദ് ഒരു സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ആ ദിവസം പിന്നെ വീട്ടിൽ കയറാൻ പാടില്ല എന്നൊരു നിയമം അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോബീദ് വീട്ടിൽ കയറാതെ തൻ്റെ
വീട്ടിനോട് ചേർന്നുള്ള ഒരു മരത്തിൻ്റെ കീഴെയായിരുന്നു അന്ന് രാത്രി കിടന്നുറങ്ങിയത്. അന്ന് രാത്രി തോബീത് കിടന്നുറങ്ങുമ്പോൾ ആ ഒരു പ്രദേശത്ത് ഒരു പക്ഷി ഉണ്ടായിരുന്നു. ഈ പക്ഷിയുടെ കാഷ്ടം നമ്മുടെ കണ്ണിലേക്ക് വീണാൽ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അപ്പോൾ തോബീത് കിടന്നുറങ്ങിയ ആ ഒരു മരത്തിൻ്റെ മുകളിലും ഈ ഒരു പക്ഷി ഉണ്ടായിരുന്നു. തോബീത് ഇതൊന്നും അറിയുന്നില്ല. തോബീത് കിടന്നുറങ്ങുന്നു. ഈ ഒരു അവസരത്തിൽ ഈ പക്ഷിയുടെ കാഷ്ടം തോബീതിൻ്റെ കണ്ണിലേക്ക് വീഴുകയാണ്. അപ്പോൾ കണ്ണിലേക്ക് വീഴുന്നു. പിറ്റേ ദിവസം തോബീത് കണ്ണു തുറക്കുമ്പോൾ തൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും നഷ്ടമായിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും നഷ്ടമാകുന്നത്. ഇത് തോബീതിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം താൻ ഒരുപാട് പേര് സഹായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. താൻ ഇതൊക്കെയും ചെയ്തിട്ട് ഇതെല്ലാം തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടല്ലോ എന്ന് തോബീത് ഓർത്തു. തോബീതിൻ്റെ ഈ ഒരു പെട്ടെന്ന് തോബീതിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കാര്യം ആ ഒരു ചുറ്റുപാടുമുള്ള ഓരോരുത്തരും അറിയുമ്പോൾ എല്ലാവരും പറയുന്നത് അവൻ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഇത്രത്തോളം നല്ല പ്രവർത്തികൾ ചെയ്തിട്ടും അവൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് വന്നത്. അവനൊരു ഭാര്യയുണ്ട്, മകനുണ്ട്, അവരൊന്നും സംരക്ഷിക്കാൻ തോബീതിന് കഴിയില്ലല്ലോ. ഇതൊക്കെയായിരുന്നു എല്ലാവരും പരസ്പരം സംസാരിച്ചത്. പിന്നെ തോബീതിൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള ഓരോ സമയങ്ങളിലും താൻ പ്രതീക്ഷിക്കാതെ ഓരോ സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. തനിക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നില്ല, തൻ്റെ കുടുംബം എങ്ങനെ നോക്കുമെന്ന് പറ്റുന്നില്ല. ഇങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തോബീത് തൻ്റെ മകനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് തൻ്റെ മകനും വളരെയധികം ദുഃഖമുണ്ട്. ഈ അവസരത്തിൽ തോബീത് പറയും, മകനെ, നീ മറ്റൊരു പ്രദേശത്തേക്ക് പോകണം. അവിടെ ഞാൻ ഒരാളുടെ കയ്യിൽ കുറച്ച് പണം വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ടുണ്ട്. നീ അത് പോയി ചോദിച്ചാൽ അത് തിരികെ ലഭിക്കും. ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് തുടർന്നുള്ള കാലം നിനക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ സുഹൃത്തായ ഒരാളെ തൻ്റെ മകനോടൊപ്പം വിളിച്ച് അയക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകൻ ആ പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ മകൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ പോകുന്ന വേളയിൽ തന്നെയാണ് മകൻ വളരെയധികം സമ്പാദ്യമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ആ പിതാവ് ഒരാളെ ഏൽപ്പിച്ചിരുന്ന ആ പണം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പണം കൊണ്ട് തിരിച്ചു വന്നിട്ട് തോബീതും ആ മകനും ഒക്കെ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോൾ തോബീത് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തു, ദൈവത്തെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. അതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടെന്ന് സകലം ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞിട്ടും തോബീത് വീണ്ടും തൻ്റെ മകനെ കൊണ്ട് നല്ലതുപോലെ ജീവിക്കുവാൻ സാധിച്ചത്, സമ്പാദ്യം തിരിച്ച് കിട്ടുവാൻ കഴിഞ്ഞത്, ഒരു മകന് നല്ലൊരു വിവാഹം ലഭിച്ചത്, ഇതൊക്കെയും തോബീതിൻ്റെ പ്രാർത്ഥനയും ആ ഒരു സമൂഹത്തിലുള്ള ഓരോരുത്തരോടുള്ള കരുതലും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഏതായാലും നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അന്നാമ ബേബി അങ്കമാലിയിൽ നിന്നും അന്നാമ ആൻറ്റിയാണ്. ആൻറ്റി സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം മോളെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദീർഘകായനായ ഒരു മനുഷ്യനെ കണ്ടത് എവിടെ യുദ്ധം ഉണ്ടായപ്പോഴാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ ആൻറ്റി? ഗത്തിൽ വെച്ച് യുദ്ധം ഉണ്ടായപ്പോൾ. അതെ, ആൻസർ കറക്റ്റ് ആണ്. ഗത്തിൽ യുദ്ധമുണ്ടായപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആൻറ്റി, ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടാം. പാടിക്കോ. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ
മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ദീർഘകായനായ മനുഷ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? ദീർഘകായനായ മനുഷ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? അവന് കയ്യിനും കാലിനും 6 വിരല്, 12 വിരലുണ്ടായിരുന്നു. കൈക്കും കാലിനും 6 വീതം 24 വിരലുകൾ ഉണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പോൾ 6, 24. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. 24 വിരലുണ്ടായിരുന്നു. ഓരോ കൈക്കും കാലിനും 6 വിരലുകൾ വീതം ആകെ 24 വിരലുകൾ ഉണ്ടായിരുന്നു. 24 വിരലുണ്ടായിരുന്നു. കറക്റ്റ് ആണ് കേട്ടോ. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അത് ഞാൻ വായിച്ചതാണ്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയതാണ്. പരീശൻ പ്രാർത്ഥിക്കാൻ പോയപ്പോ പരീശൻ ഞാൻ ദിവസത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദാനാർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ആ ചുങ്കക്കാരനോ മാറത്തടിച്ച് വെച്ച് വിളിച്ച് കരഞ്ഞ ദൈവത്തിനോട് കമഴ്ന്ന് കിടന്ന് പറഞ്ഞു, എന്റെ ദൈവമേ നിന്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാന്ന്. അപ്പൊ ചുങ്കക്കാരൻ പരീശനോ ഞാൻ ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുകയും എന്റെ ദശാംശം കൊടുക്കുകയും ഒക്കെ കൊടുക്കുന്നു പറഞ്ഞാൽ അവൻ തന്നെ നീതീകരിച്ചു വെച്ച് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു. അപ്പൊ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്കാണ് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കണം. ഇന്നിപ്പോ നമ്മള് പള്ളി പോകുമ്പോ എന്താ അവരുടെ മാല, വള, സ്വർണം, അവരുടെ ഈ വസ്ത്രധാരണം ഇതൊക്കെ നോക്കിയിട്ട് വരണേ. നമ്മളെ കുറിച്ച്, നമ്മളുടെ ദുഃഖത്തെ കുറിച്ച്, നമ്മൾ ചെയ്ത പാപത്തെ കുറിച്ചോ ഒന്നും പറയാൻ ദൈവത്തിന് മുമ്പിൽ പറയാൻ നേരമില്ല. എന്റെ കുറവുകൾ കാണാൻ എനിക്ക് നേരമില്ല. ഞാൻ അപ്പുറത്തെ ആൾക്കാർക്കിടെ കുറവാൻ കണ്ടു. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഞാൻ എന്റെ ദൈവത്തിനോട് പറഞ്ഞു, ഇത് വായിച്ചു കഴിഞ്ഞിട്ട്, ദൈവമേ ആ ചുങ്കക്കാരനെ പോലെ എന്റെ പ്രാർത്ഥന നീ കേൾക്കണം. ദൈവമേ എന്റെ കുറവുകൾ നീ തന്നെ കാണണം. ഞാൻ മറ്റുള്ളവരുടെ കുറവ് പറയണ്ട, എന്റെ കുറവ് നീ കാണണം. അപ്പൊ അതാണ് ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടിയത്. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും നമ്മുടെ ബൈബിളിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു ആൻറ്റി പറഞ്ഞത്. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥന ദൈവം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കാണുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയാലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണേണ്ടത്, എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആൻറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ ആൻറ്റി, മൂന്നാമത്തെ ചോദ്യം. ദീർഘകായനായ മനുഷ്യൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ അവനെ വെട്ടിക്കൊന്നത് ആരാണ്? ആൻറ്റി ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദാവീദിന്റെ മകനായ ശിമിയോന്റെ മകനായ യോനാഥാൻ. അതെ, ആൻസർ കറക്റ്റ് ആണ്, യോനാഥാൻ. അവനെ വെട്ടിക്കുന്നു. അതെ. ഇനി ഒരു ബൈബിളിലെ വചനം കൂടി പറയാമോ? 127 സങ്കീർത്തനം, 128 സങ്കീർത്തനം 27. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃഥാ ധ്യാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നത് നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നു. കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനെ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഓക്കെ, നല്ല വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ദീർഘകായനായ മനുഷ്യനെ വെട്ടിക്കൊന്ന യോനാഥാൻ ആരാണ്? ദാവീദിന്റെ സഹോദരനായ ശിമയുടെ മകനായ യോനാഥാൻ. അതെ, ആൻസർ കറക്റ്റ് ആണ്. ദാവീദിന്റെ സഹോദരനായ ശിമയുടെ മകൻ. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ അന്നമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ല കോളായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തോബീദിനെ കുറിച്ചാണ്. തോബീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വളരെയധികം ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞത്. തോബീദിൻ്റെയും തോബീദിൻ്റെ മകൻ്റെയും ജീവിതത്തിൽ
ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. തോബീദിൻ്റെ മകൻ്റെ വിവാഹം സംബന്ധിച്ച് ഒരുപാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ തോബീദിനെ ദൈവം സംരക്ഷിച്ചത് എങ്ങനെയാണ്? തോബീദിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടെന്ന് കരുതി ചുറ്റുമുള്ള ഓരോരുത്തരും കുറ്റം പറഞ്ഞു തുടങ്ങി. എങ്ങനെ ജീവിക്കും എന്നൊരവസ്ഥ വരെ എത്തുമ്പോൾ അവിടെയും തോബീദ് മുൻപ് കരുതിയത് കൊണ്ട് തോബീദിൻ്റെ മകന് നന്നായിട്ട് ജീവിക്കുവാൻ സാധിച്ചു. അതുമാത്രമല്ല, ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചുറ്റുമുള്ള ഓരോരുത്തരെയും സഹായിക്കുകയും കൂടി ചെയ്തതുകൊണ്ട് തോബീദിൻ്റെ ഓരോ പ്രവൃത്തിയും കണക്കിലെടുത്ത് അതിനുള്ള പ്രതിഫലം തന്നെ ദൈവം കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ആയിരിക്കും. ചിലപ്പോൾ സകലം നഷ്ടപ്പെടും, ചുറ്റുമുള്ള ഓരോരുത്തരും കുറ്റം പറയും, നമ്മൾ നല്ലപോലെ ജീവിക്കുന്നില്ല എന്ന് പറയും. എങ്കിലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയാണോ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ബുദ്ധിമുട്ടുകളും കണ്ട് അതിനുള്ള മറുപടി ദൈവം തരും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.